ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അഞ്ജു. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് പ്രീടേം ഡെലിവറിക്കുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്നാണ്. പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്നവരെല്ലാം ഈ വീഡിയോ കാണാൻ ശ്രമിക്കണം. നമ്മൾ പ്രഗ്നൻ്റ് ആയ ഒരു 5-6 മാസം ആകുമ്പോൾ തന്നെ നമുക്ക് ടെൻഷനായി തുടങ്ങും, നമുക്ക് പ്രീടേം ഡെലിവറി സംഭവിക്കുമോ എന്നുള്ളത്. അപ്പം ഞാൻ ഈ പറയുന്ന കാരണങ്ങൾ ആർക്കെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരൊന്ന് സൂക്ഷിക്കുക. പിന്നെ ഈ പറയാൻ പോകുന്ന കാരണങ്ങൾ ഇല്ലാതെയും പ്രീടേം ഡെലിവറി നടക്കാറുണ്ട്. സാധാരണ ഒരു ഗർഭകാലഘട്ടം എന്ന് പറഞ്ഞാൽ 40 ആഴ്ചയാണ്. 37 ആഴ്ച, അതായത് 9 മാസവും 7 ദിവസവും തികയാതെ ജനിക്കുന്ന കുഞ്ഞുങ്ങളെയാണ് മാസം തികയാതെ ജനിക്കുന്ന കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത്. നമ്മൾ ഈ മാസം കണക്കാക്കുന്നത് നമുക്ക് ലാസ്റ്റ് പീരീഡ്സ് ആവുന്ന ആദ്യത്തെ ദിവസം മുതലാണ്. ഈ ഒരു കണക്ക് വെച്ചിട്ട് നമ്മൾ ഇതിനെ 3ആയിട്ട് തരംതിരിക്കാം. 28 ആഴ്ചയ്ക്ക് മുൻപുള്ള ജനനമാണ് എന്നുണ്ടെങ്കിൽ എക്സ്ട്രീം പ്രീടേം എന്നും, 28 ആഴ്ച മുതൽ 32 ആഴ്ചയ്ക്ക് ഇടയിലുള്ള ജനനമാണെങ്കിൽ വെരി പ്രീടേം എന്നും, 32 ആഴ്ചയ്ക്കും 37 ആഴ്ചയ്ക്കും ഇടയിലുള്ള ജനനമാണെങ്കിൽ മോഡറേറ്റ് പ്രീടേം എന്നും പറയും. 37 ആഴ്ചയ്ക്ക് മുമ്പ് ഡെലിവറി നടക്കാനുള്ള കാരണങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. സാധാരണയായി കൂടുതലായും കണ്ടുവരുന്നത് ട്വിൻ പ്രഗ്നൻസി അല്ലെങ്കിൽ ട്രിപ്ലറ്റ് പ്രഗ്നൻസിയിലാണ് പ്രീടേം ഡെലിവറി കാണപ്പെടുന്നത്. അങ്ങനെ ഇല്ലാത്ത ചാൻസസും ഉണ്ട്. ട്രിപ്ലറ്റ്സ് ആയാലും ട്വിൻസ് ആയാലും മാസം തികഞ്ഞ് ജനിക്കുന്നതുമുണ്ട്, മാസം തികയാതെ ജനിക്കുന്നതുമുണ്ട്. പിന്നീടുള്ള ഒരു കാര്യമാണ്, അമ്മയ്ക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിൽ, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ പോലുള്ള ഇൻഫെക്ഷൻ അണുബാധകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്നുള്ള ഈ ഒരു പ്രീടേം ഡെലിവറിക്ക് സാധ്യത കൂടുതലാണ്. മറ്റൊരു കാരണമാണ് ഷോർട്ട് സെർവിക്സ് എന്ന് പറയുന്നത്. നമ്മുടെ സെർവിക്സിൻ്റെ ലെങ്ത് 2.5 താഴെയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്നുള്ള ഡെലിവറിക്ക് കാരണമാണ്. അപ്പോൾ ഈ ഷോർട്ട് സെർവിക്സ് ഉള്ളവർ കൂടുതലായിട്ട് റെസ്റ്റ് എടുക്കണം. പിന്നെ അതുപോലെ തന്നെ ചിലവർക്ക് സ്റ്റിച്ച് ഇടേണ്ട കേസുണ്ട്. അപ്പം കൂടുതലായിട്ടും ഈ ഷോർട്ട് സെർവിക്സ് ഉള്ളവർക്ക് പ്രീടേം ഡെലിവറിക്ക് ചാൻസ് കൂടുതലാണ്. പിന്നീടുള്ള ഒരു കാരണമാണ്, മുമ്പ് പെട്ടെന്ന് അബോർഷൻ സംഭവിക്കുകയോ അല്ലെങ്കിൽ തുടർച്ചയായിട്ട് അബോർഷൻ സംഭവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പ്രീടേം ഡെലിവറിക്ക് കാരണമാകും. പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന ടൈമിൽ പെട്ടെന്നുള്ള വീഴ്ച അല്ലെങ്കിൽ എന്തെങ്കിലും വയറിന് എന്തെങ്കിലും ക്ഷതം പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ഇതിനൊരു കാരണമാണ്. പിന്നെ വയസ്സൊരു പ്രശ്നമാണ്. 35 വയസ്സിന് മേളിലുള്ളവർക്ക് പ്രീടേം ഡെലിവറിക്ക് ചാൻസ് കൂടുതലാണ്. മുമ്പ് എപ്പോഴെങ്കിലും നമ്മുടെ സെർവിക്സിന് എന്തെങ്കിലും സർജറി കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ യൂട്രസിൽ ഫൈബ്രോയിഡ് പോലുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഈ ഫൈബ്രോയിഡ് നമ്മുടെ കുഞ്ഞ് വളരുന്നതിനനുസരിച്ച് വളരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പ്രീടേം ഡെലിവറിക്ക് കാരണമാകും. അടുത്ത കേസ് എന്ന് പറഞ്ഞാൽ, ഗർഭപാത്രത്തിലോ അല്ലെങ്കിൽ ഗർഭാശയ മുഖത്തിലോ മറുപിള്ള അല്ലെങ്കിൽ ഈ പ്ലാസൻ്റയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഇതിനൊരു കാരണമാണ്. പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന ടൈമിൽ BP, ഷുഗർ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്നുള്ള പ്രസവത്തിന് കാരണമാകും. പിന്നെ കുഞ്ഞിന് എന്തെങ്കിലും ജനറ്റിക്കായിട്ട് പ്രശ്നം ഉണ്ടെങ്കിൽ അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാതെ വരുന്ന ഒരു സാഹചര്യത്തിൽ പ്രീടേം ഡെലിവറിക്ക് സാധ്യതയാണ്. പിന്നെ നമ്മൾ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് ഒരു കാരണവശാലും കൂടുതൽ ടെൻഷൻ അടിക്കാൻ പാടില്ല. ഈ ടെൻഷനും സ്ട്രെസ്സും ഒക്കെ കൂടുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഡെലിവറിക്ക് കാരണമാകും. ഇതൊക്കെയാണ് സാധാരണയായിട്ട് കണ്ടുവരുന്ന കാരണങ്ങൾ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് ഫ്ലൂയിഡ് ലീക്കാവുന്ന, ഫ്ലൂയിഡ് ഡ്രോപ്പായിട്ടാണ് ലീക്ക് ചെയ്യുന്നതെങ്കിൽ കുഴപ്പമില്ല. ഒരുപാട് ഫ്ലൂയിഡ് പോവുകയാണെങ്കിൽ ഒരിക്കലും നമ്മൾ താമസിപ്പിക്കരുത്, പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്താൻ നോക്കണം. അതുപോലെ തന്നെ ബ്ലീഡിങ്, ഹൈ ആയിട്ട് ബ്ലീഡിങ് ആയാലും സ്പോട്ടിങ് ആയാലും ഒരു 6-7 മാസമൊക്കെ ആകുമ്പം ബ്ലീഡിങ് കാണുവാണെങ്കിൽ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്താൻ നോക്കണം. ഈ ഒരു ഫ്ലൂയിഡ് ലീക്കാവുന്നത്, ഈ ബ്ലീഡിങ് അല്ലെങ്കിൽ ഈ ബ്ലഡ് പോകുന്നതൊക്കെ ഈ പ്രീടേം ഡെലിവറി നടക്കാൻ പോകുന്നതിൻ്റെ ഒരു സൂചനയാണ്. എനിക്കും പ്രീടേം ഡെലിവറി ആയിരുന്നു. 27 ആഴ്ചയിലായിരുന്നു എൻ്റെ ഡെലിവറി നടന്നത്. എനിക്കുണ്ടായ കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന്, എനിക്ക് യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ സെർവിക്സിൻ്റെ ലെങ്തും കുറവായിരുന്നു. അപ്പം എന്നെ പരിശോധിച്ചിട്ടുള്ള ഡോക്ടേഴ്സ് പറഞ്ഞത് ഇൻഫെക്ഷൻ കൊണ്ടാണ് ഇപ്പം ഡെലിവറി സംഭവിച്ചതെന്നാണ്. കാര്യം PV ചെയ്ത ഡോക്ടർ പറഞ്ഞത് ഇൻഫെക്ഷൻ കൂടിയിട്ട് ടെമ്പറേച്ചറും പ്രഷറും ഒക്കെ കൂടി കുഞ്ഞിന് ഇരിക്കാൻ പറ്റാതെ കുഞ്ഞ് കറങ്ങി താഴെ വന്നെന്നാണ് പറയുന്നത്. അങ്ങനെ സെർവിക്സ് കംപ്ലീറ്റ് ആയിട്ട് ഓപ്പണായി. എനിക്ക് ആ ഒരു ടൈമിൽ സ്കാൻ ചെയ്തപ്പോൾ സെർവിക്സിൻ്റെ ലെങ്ത് 0.5 താഴെ ആയിരുന്നു. അങ്ങനെ പെട്ടെന്ന് ബ്ലീഡിങ് ആയി. എന്നിട്ട് അടുത്ത ദിവസം തന്നെ ഡെലിവറി നടക്കുകയും ചെയ്തായിരുന്നു. ചിലവർക്ക് ഡെലിവറി പെയിൻ വരും, ചിലവർക്ക് പെയിൻ വരത്തില്ല. അപ്പോൾ എനിക്ക് വേറെ പ്രത്യേകിച്ച് പെയിനൊന്നും ഇല്ലായിരുന്നു. പെയിൻ വരാൻ വേണ്ടിയിട്ട് പിന്നീട് മരുന്ന് തന്നിട്ടാണ് എൻ്റെ ഡെലിവറി നടന്നത്. പിന്നെ ഈ വീഡിയോ കേൾക്കുന്ന ആർക്കെങ്കിലുമൊക്കെ
പ്രീടേൺ ഡെലിവറി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരവരുടെ റീസൺസും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ നോക്കണം. മറ്റുള്ളവർക്ക് കൂടെ അത് പ്രയോജനപ്പെടും. ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിലൂടെ കാണാം.